എല്ലാവർക്കും നമസ്കാരം. എലമെൻറ്റ്സ് കേൾക്കാൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇത്ര കാലങ്ങളായിട്ട് ഏകദേശം ഒരു 3-4 വർഷക്കാലങ്ങളായിട്ട് ഓരോ പ്രൊഡക്റ്റുകളായിട്ട് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതിൻ്റെ വ്യത്യസ്ത രീതികളിലുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് വരുന്നത്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കൂടുതൽ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മൾ. ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു ചാനലിലൂടെ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു 90% ആളുകൾക്ക് അറിയാം എന്താണ് ഈ പ്രൊഡക്റ്റ് എന്നും ഇത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ കച്ചവട രീതികളെന്നും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇതൊന്ന് റിവീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ പറയാം, നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റുകളുടെ പേര്, നമുക്ക് പ്രൊഡക്റ്റുകളല്ല, അതായത് ബ്രാൻഡുകളുടെ പേര് നമ്മൾ ഈ എലമെൻറ്റ്സ് വെൽനസ് അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓൺ എന്നുള്ള പേരുകൾ മാത്രമാണ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് അല്ലാത്ത ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകുക. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി മുഖേനയാണ് ഈ ഒരു പ്രൊഡക്റ്റുകൾ ഇന്ന് ഇന്ത്യയിൽ വിപണനം ചെയ്യുന്നത്. അതായത് 2013 ഈ ഒരു കമ്പനി 2013 മാർച്ച് 14 ഈ ഒരു കമ്പനി ചെന്നൈ ആസ്ഥാനമാക്കിയിട്ട് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഏകദേശം 10-12 വർഷക്കാലത്തോളം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങൾ, കമ്പനിയിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഇതൊരു ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട്, അതോടൊപ്പം തന്നെ ജനങ്ങൾക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു കമ്പനി നിലവിൽ ഇന്ന് വന്നിട്ടുള്ളത്. ഈ 12 വർഷക്കാലമായിട്ടും യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ കേൾപ്പിക്കാതെ തന്നെ അതിപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഗുണമേന്മയുടെ കാര്യത്തിലായാലും അല്ലാതുള്ള കാര്യങ്ങളിലായാലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പറയാം. വളരെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങോട് കൂടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അഡ്വൈസുകൾ സ്വീകരിച്ചുകൊണ്ട് പ്രൊഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ ഇതിൻ്റെ കച്ചവടം, നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ കച്ചവടം കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ തന്നെ ഒരുപാട് ആളുകൾക്ക് നല്ലൊരു വരുമാനം, ഒരു ഫസ്റ്റ് സോഴ്സ് ഇൻകം, അതായത് ആദ്യ വരുമാനമായിട്ടാണ് അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം ആയിട്ടാണെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. മാത്രമല്ല ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അവാർഡുകൾ നേടിയെടുക്കാൻ വേണ്ടി ഇതിനോടകം തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന് സാധിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് ഏകദേശം 3 ടൈമിലായിട്ട് വാങ്ങിയിട്ടുണ്ട് എലമെൻറ്റ്സ് വെൽനസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. മാത്രമല്ല നിലവിൽ നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത, അതായത് ഗവൺമെൻറ്റിന് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തുന്നത്. ഇപ്പം നിലവിലുള്ള എണ്ണം കൂടാതെ കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥം എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പം നിലവിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. അത് ഉപയോഗിച്ചവർക്കറിയാം, വീണ്ടും വീണ്ടും വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ നിലവിൽ നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് തൊട്ട് നമ്മൾ PCODക്ക് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ വരെ അതെല്ലാം അതിൽ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ഏകദേശം 102 ഉൽപ്പന്നങ്ങൾ ഓവറോൾ ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ അണ്ടറിൽ ഇപ്പം ജനങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മുഖേന എത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു, അതായത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഉൽപ്പന്നങ്ങൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ കൊടുക്കില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് എന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഇതൊരു ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായിട്ട് ഇത് ആരാണോ എത്തിക്കുന്നത്, അവരൊരു ഡിസ്ട്രിബ്യൂട്ടർ, ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻഷിപ്പാണുള്ളത്. ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ട്രെയിനിങ്ങുകൾ ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും അവരെന്ത് ചെയ്യുക, ആളുകളിലേക്ക് ഉൽപ്പന്നം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടാകുക. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നം മാത്രം ആയിരിക്കത്തില്ല നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. നമുക്ക് മാത്രമല്ല നിത്യോപയോഗ സാധനങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വേണമെങ്കിൽ ഉൽപ്പന്നങ്ങൾ എടുക്കാം. സോപ്പായാലും പേസ്റ്റ് ആയാലും അങ്ങനെ എത്ര ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ ഒരു ഈ ഒരു വിപണന മേഖലയുടെ പ്രധാനമായിട്ടുള്ള
ഭാഗമാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ളത്. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാനിവിടെ അധികം വിശദീകരിക്കുന്നില്ല. കാരണം നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തും. കാരണം ഈ ഒരു മേഖലയുടെ പ്രത്യേകത അതാണ്. ഇപ്പം ഇന്ന് അല്ലെങ്കിൽ നാളെ വേറൊരു ആൾ മുഖേന ചിലപ്പോൾ നിങ്ങളെ റിലേറ്റീവ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്താകാം, അവർ മുഖേന നിങ്ങളിലേക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു വിപണന രീതി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്തായാലും തീർച്ചയായിട്ടും എത്തും. അതാണ് ഈ ഒരു ഇന്നത്തെ കാലത്ത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മേഖലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ ഇന്ന് നിലവിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ വരുമാന രീതി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് നോക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഒരു പാസീവ് ഇൻകമായിട്ടായാലും അല്ലെങ്കിൽ ഒരു മെയിൻ സോഴ്സ് ഇൻകമായിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണിത്. ഒന്നുമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന പ്രൊഡക്റ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ റിലേറ്റീവിലേക്ക് പരിചയപ്പെടുത്തുക, നിങ്ങൾ മുഖേന ഒരു കച്ചവടം നടത്തുക എന്നുള്ള കാര്യം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ സാധനം നമ്മളെ കയ്യിലെത്തുന്നതിന് മുമ്പ് ഒരുപാട് രീതിയിലുള്ള കൈമാറ്റങ്ങൾ, അതായത് പരസ്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ, അത് നാഷണൽ ലെവൽ വരുന്നുണ്ട്, ജില്ലാതലം വരുന്നുണ്ട്, അങ്ങനെ ഓരോ ജനങ്ങളുടെ കൈമാറിയിട്ട് ലാസ്റ്റാണ് ഒരു MRP റേറ്റിൽ നമ്മുടെ കയ്യിലേക്ക് ഒരു ഉൽപ്പന്നം എത്തുന്നത് അല്ലേ. അതേസമയത്ത് ഇവിടെ നമ്മളെ പരിചയപ്പെടുന്ന ആ വ്യക്തിയാണ് ഇതിൻ്റെ പരസ്യം ചെയ്യുന്നത്. ആ വ്യക്തിയുടെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് പ്രചോദനമാകുന്നത് ഈ ഉൽപ്പന്നം വാങ്ങിക്കാനും ഉപയോഗിച്ച് റിസൾട്ട് എടുക്കാനും വേണ്ടിയിട്ട്. ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൊടുക്കാം. ഡയറക്റ്റ് സെല്ലിങ്, കൃത്യമായി പറഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്നാണ് ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നില്ല, കാരണം ഒരുപാട് വീഡിയോസ് ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലേ എന്നുള്ളത് ശരിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തന്നെയാണ്. പക്ഷേ ഇന്ന് കൃത്യമായിട്ടുള്ള നിയമ ഭേദഗതിയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളിൽ ഒന്നാവാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള മോണിറ്ററിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്, നിയമങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറോട് സംസാരിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.